എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ജമ്മുവിൽ ഉധംപൂറാണ്. ഉധംപൂർ ജമ്മു കാശ്മീർ ഉധംപൂറാണ്. ഇന്ന് ഇവിടുന്ന് ശ്രീനഗർ പിടിക്കണം. അപ്പോൾ വണ്ടിക്ക് കുറച്ച് പണികളുണ്ടായിന്. നല്ല വണ്ടി ആക്സിഡൻ്റ് ആയതിൻ്റെ ചെറിയ ചെറിയ പണികൾ ബുള്ളറ്റിന് തീർക്കാണ്ട്. എൻ്റെ വണ്ടി ചെയിൻ ലൈറ്റ് ആക്കാണ്ടായി. എക്സ്പൾസിൻ്റെ ഗ്രസ് കാർഡൊന്ന് റെഡിയാക്കാണ്ട്, പിന്നെ ഗ്രസ് കാർഡ് ഒക്കെ റെഡിയാക്കണം. അപ്പോൾ ബുള്ളറ്റിൻ്റെ ഒരു ഷോപ്പ് കിട്ടി. ഇൻഡസ്ട്രിയിൽ പോയി ബുള്ളറ്റിൻ്റെ സൈലൻസ് അതിൻ്റെ ബാക്കിൽ കരിയർ ലഡാക്ക് കരിയറൊക്കെ ഫുള്ള് സെറ്റാക്കി അടിച്ച് നേരെയാക്കി, ഫുള്ള് വളഞ്ഞു പോയി അടിച്ച് നേരെയാക്കി. അപ്പം ക്രഷ് കാർഡ് എൻ്റെ വണ്ടി ചെയിൻ ലൈറ്റാക്കി. അവിടെയുള്ള ഷോപ്പിലാള് എൻ്റെ ചെയിൻ ലൈറ്റാക്കി. ഇടയ്ക്കിടെ ലൂസായി പോകുന്നുണ്ട് നല്ലോണം. സൈലൻസർ അത് ക്രഷ് കാർഡൊക്കെ ഇതൊക്കെ അടിച്ച് നേരെയാക്കി. പൊട്ടി പോയിക്കുന്നു, അടിച്ച് നേരെയാക്കി. ഇപ്പോൾ വണ്ടി ഓടുന്നത് സൂക്ഷിക്കുക, നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കുക. വരുന്ന റൂട്ട് പോക്കാണ്. ഇവിടെ ജമ്മു കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാ റൂട്ടും ലാൻഡ് സ്ലൈഡ് അങ്ങനെ സംഭവിക്കുന്ന റോഡായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇപ്പോൾ BROൻ്റെ അണ്ടറിലാണ് റോഡൊക്കെ വരുന്നത്. റോഡ് ഓർഗനൈസേഷൻ്റെ. അപ്പം നോക്കിയും കണ്ടൊക്കെ വണ്ടി ഓടിക്കുക. നമ്മൾ തന്നെ കുത്തിയോണ്ട് വലിയ പ്രശ്നമില്ല. വേറെ വണ്ടി കുത്തിന് കഴിഞ്ഞും പൈസ പോയി. പൈസ പോയി അവിടെ ലോക്കായി. അപ്പോൾ നമ്മളെ 3 വണ്ടികളാണ് അങ്ങനെ നമുക്കുള്ള നഷ്ടങ്ങൾ മാത്രം. ഇപ്പോൾ വലിയ പണിയൊന്നും വന്നില്ല. ചില്ലറ 1500 രൂപ ചെയ്യുന്ന പണി ഇപ്പോൾ വന്നു. പക്ഷെ ഇനി അങ്ങോട്ട് അത്രയും റിസ്ക് റോഡാണെന്ന് ആളുകളൊക്കെ പറഞ്ഞു. അങ്ങനെ ലഡാക്കിലെന്തോ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, ഞങ്ങൾ ശ്രീനഗർ പോയിട്ട് ശ്രീനഗറിൻ്റെ അവസ്ഥ നോക്കിയിട്ടേ വിടുള്ളൂ. ഫുള്ള് സീനാന്നാ കേട്ടല്ലേ. അതിൽ ഫുള്ള് കർഫ്യൂ. അവിടെ ഒരു BJP ഓഫീസ് കത്തിച്ചിട്ട് BJPക്കാർ ഓഫീസ് കത്തിച്ചു. BJPക്കാർ കത്തിച്ച JPFിൻ്റെ ഓഫീസ് കത്തിച്ചു. വണ്ടികൾ എത്തിച്ച് മൊത്തം പ്രശ്നമാണ്. ഇപ്പോൾ സീന. അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ടേ പോകുള്ളൂ. എല്ലാവരും ഇങ്ങനെ അയച്ചു തരുന്നുണ്ട്. വാർത്തയൊക്കെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലായിട്ട് ഇങ്ങനെ അയച്ചു തരുന്നുണ്ട്. അത് കാണുന്നുണ്ട്, നമ്മളും കാണുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ടേ പോകുള്ളൂ. എന്തായാലും റിസ്ക് എടുത്തെന്തായാലും പോകില്ല. എന്തായാലും 5 ദിവസം കൂടെ എക്സ്ട്രാ ആയിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ അടച്ച് തീർക്കാൻ പറ്റുകയാണ് അവിടെ തീർന്നത്. കഥ നോക്കുക. വേറെ ചെക്കന്മാർ കുറേ പോയി അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് മുന്നിലുണ്ട്, ലേലുണ്ട്. അവിടെ സീനാണ്. ഷോപ്പൊന്നും പറഞ്ഞില്ല, ഫുള്ള് ഷോപ്പ് ക്ലോസ്ഡാണ്. ഹോം സ്റ്റേയിലൊക്കെ താമസിക്കാമെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഞാൻ ചായ അടിച്ചിട്ട് ശ്രീനഗർ സെറ്റാണ്. അപ്പം ചായ അടിക്കണം. അവിടെ ആ ക്രഷ് കാർഡ് റേറ്റ് ആയിക്കൊണ്ടിരിക്കാം. ഗൈസ്, അപ്പോൾ ഇന്നലെ ആക്സിഡൻ്റ് ആയത് ഇവിടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇത് ഹാമറും ഒരു വുഡിൻ്റെ പീസും വെച്ച് അടിച്ച് സ്ട്രെയിറ്റ് ആക്കി. ഇപ്പോൾ സീനൊന്നുമില്ല. കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ മൂപ്പര് സെറ്റായിട്ട് വന്ന്. ഇനിയിപ്പം ബോർഡ് മാറ്റണം, സ്റ്റിക്കർ അടിക്കണം. ബോർഡ് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ തൊട്ടപ്പുറത്തൊരു സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന പീടിയുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടേക്ക് പോകണം. ഇവിടുത്തെ ബസ്സൊക്കെ നോക്കി. ബസ് ആണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്. പ്രൈവറ്റ് ബസ് ഓട്ടോറിക്ഷയൊക്കെ നമ്മളെ നാട്ടിലേറ്റാണ്. അടുത്തൊരു ബസ് കൂടി വരുന്നുണ്ട്. ജമ്മു കാശ്മീർ ബസ്. തണുപ്പൊന്നുമില്ല കേട്ടോ. നാട്ടിലത്തെ സെയിം കാലാവസ്ഥ. നമ്മളെ നാട്ടിലത്തെ അതേ ക്ലൈമറ്റാണ്. ചൂട് കൂടുതലും ഇല്ല. ബസ് കൂടുതലും ഇല്ല, ചൂട് തണുപ്പും ഇല്ല. അത് ഞാൻ കൂടെ കയറുമ്പോൾ ചിലപ്പോൾ തണുപ്പുണ്ടാവും. രാവിലെ തന്നെ ചായ കുടിക്കാം. ചായ ഉധംപൂർ ജമ്മു കാശ്മീരിൽ ഉധംപൂർ. ഒന്ന് ചായ, നല്ല റൊട്ടി ഉണ്ട്, രാജ്മ ചാവലുണ്ട്, തൈരുണ്ട്, കഴിവുണ്ട്. വേണ്ട റൊട്ടി കഴിക്കാൻ കേട്ടോ. കാടി തരാം. അതാണ് നല്ല റൊട്ടി. ഇത്രയും ദിവസം തിന്ന റൊട്ടി, നല്ല മെനുള്ള റൊട്ടി, നല്ല ഇതുണ്ട്. തൈര്, രാജ്മ ചാവൽ, നമ്മളെ മമ്പയർ, വലിയ മമ്പയർ വെച്ചുള്ള കറി. ഇത് മുളകിൻ്റെ ചട്നിയും കക്കിരിയും കൂടി ഉള്ളത് മിക്സ്. മുളകിൻ്റെ ചട്നിയും നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല. നാട്ടിലെ കുറച്ചും കൂടി സ്പൈസി ആയി. അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ഇതൊക്കെ തന്നെ ദേശീയ ഭക്ഷണം. കഴിച്ചാൽ വേഗം പോട്ടെ, സമയം നേരെ പെയ്യും. ഇവിടെ നല്ല പൊടിയാണ്. വെള്ളം കമത്തുന്നു. ജമ്മു രാജമ്മ
മൂത്തമ്മ അഹജമ്മ ഇവരെന്താ ദൈവാട്ടോ ബാബ 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 അതാ നമ്മളായിട്ട് കണ്ടിട്ട് ബാബ അന്നാമ്പോ അത് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം വലിയ കുഴപ്പമില്ല. ഞങ്ങൾ ഇതിന് മുന്നേ നിന്നേക്കാണ്ട് വൃത്തിയുണ്ട്. നല്ല ആൾക്കാരെ കയറുന്നുണ്ട്. വെള്ളം ഫിൽട്ടർ ചെയ്ത വെള്ളം, ഫിൽട്ടർ വാട്ടർ. സിറ്റി വന്നു ഹെൽമെറ്റ് ഞങ്ങൾ അപ്പുറത്ത് അയച്ചത്.
റീൽസിലും യൂട്യൂബ് വീഡിയോസിലും മാത്രം കണ്ട കാലത്ത് ഞങ്ങൾ എത്തി. നോക്കൂ പ്രകൃതി രമണീയത. കാണുന്നതല്ല, ഡയറക്റ്റ് ആണ്. എന്താ ഭംഗിയാണ്, ഫുള്ള് മലനിരകൾ. സൂപ്പർ. നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. നല്ല മുട്ടിങ്ങനെ അങ്ങനെ വിറക്കി അങ്ങനത്തെ റോഡാ. ഒന്ന് കണ്ണേറ്റി ഒന്ന് ഓർത്ത് അങ്ങ് താഴ്വാരത്തെത്താം. വേറെ അങ്ങോട്ട് നോക്കാൻ കഴിയുന്നില്ല. വേറെ അങ്ങോട്ട് നോക്കാൻ വണ്ടി ഓടിക്കാൻ തന്നെ വേണം. വേറെ ശ്രദ്ധ എങ്ങോട്ടും പോരുത്. ശ്രദ്ധ എങ്ങോട്ടും പോയി കഴിഞ്ഞാൽ അടിയിലെത്താം. അത്രയ്ക്കും ആഴമാണ്. അങ്ങനെ ഞങ്ങൾ എവിടെയും കുറച്ച് സ്ഥലത്തിൻ്റെ പേര് ഡാൽ ലേക്കിലെത്തി. ശ്രീനഗർ ഡാൽ ലേക്ക്. ഞങ്ങൾ സ്റ്റേ കാണണ്ടേ? കാട്ടി കൊടുക്ക്. ആണ് ഞങ്ങളെ സ്റ്റേ വിത്ത് ബാൽക്കണി വ്യൂ ഇൻ ഡാൽ ലേക്ക്. കാണൂ, നിങ്ങൾ കണ്ണ് തുറന്ന് കാണൂ. ഏതോ ചെക്കന്മാർ വന്ന് മുട്ടിയാ റൂം മുട്ടി. ഇതാണ് ഞങ്ങളെ റൂം, ഇതാണ് ഞങ്ങളെ ഹൗസ് ബോട്ട്, ഇതാണ് ഞങ്ങളെ ബോട്ട്. ഇതേ വെള്ളത്തിൽ പോയാൽ പോയി. അയ്യോ നല്ല ഇറക്കണ്ട് ഗൈസ്. ഇവിടെ നിന്നൊരു സ്പെഷ്യൽ പരിപാടി നടക്കാൻ പോവാണ്. ആ കുളക്കോ ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് വ്യൂ. എനിക്ക് അറിയാം, ഞാൻ സർപ്രൈസ് ആക്കി നോക്കി അറിയാം. അത് കാട്ടിക്കൊടു, വ്യൂ കാട്ടിക്കൊടു പുറത്ത്. ഇന്നത്തെ സ്റ്റേ ആണ് വിത്ത് ഫോർമേഴ്സ്.
ഡാൽ ലേക്കിൽ ഒരു ഹൗസ് ബോട്ടിലാണ് ഇന്ന് സ്റ്റേ. കുറച്ച് ബഡ്ജറ്റിൽ കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അതങ്ങ് എടുത്തു. പിന്നെ ഇന്നത്തെ നൈറ്റിനൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്, അതെന്താണ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വെളിപ്പെടുത്തുന്നതാണ്. നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഇതാണ്. ഇന്ന് വിസാഡ് ബേർഡ് ബർത്ത്ഡേ ആണ്. ഞാൻ മഞ്ജുന് പറഞ്ഞതല്ല, കുമ്പന്റെ ബർത്ത്ഡേ. അപ്പൊ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഡാൽ ലേക്ക് വ്യൂ നോക്കൂ, കാണൂ. നമുക്ക് ആർക്കും ഇങ്ങനത്തെ പരിപാടി ഒന്നും കിട്ടിയില്ല. നമ്മളൊക്കെ പറമ്പിലായി കിട്ടിയത്. അപ്പൊ നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം. പറഞ്ഞോ ബെറ്റർ അങ്ങോട്ട്. Happy birthday to you. Happy birthday Visad boy. Happy birthday to you. Happy birthday to you. Yo. കേക്ക് കട്ട് ചെയ്തോ. ഫസ്റ്റ് ഓണല്ലാടെ കൊടുക്കണ്ടേ, എന്നിട്ട് ഈ തിന്നില്ലേ വേണ്ടി. അരിയറിനെ കൊടുക്കുള്ളൂ. ഇവിടെ പരിപാടിയൊക്കെ നിർത്താൻ കുറേ ആയി ഞാൻ പറയുന്നു. ഇതിന്റെ മുകളിലൊക്കെ എന്തുണ്ട്? GST ഉണ്ട്, GST CGST എടുത്ത് നമുക്ക് ആർക്കും കിട്ടില്ല. നേരെ ഇട്ട് കഷ്ണം ഉണ്ടാക്കാം.